വന്ദേമാതരത്തിൻ്റെ കേസിൽ മുഖ്യമന്ത്രി വീണ്ടും RSSൻ്റെ സ്വരമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. സംഘപരിവാറിൻ്റെ സ്വരമായി മാറുന്നതാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അത് പ്രസിഡന്റ് ഒപ്പിട്ടു എന്നുള്ളത് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാടകീയത കൂടി അതിനകത്ത് വരുത്തി. യഥാർത്ഥത്തിൽ എല്ലാ നിയമവും പ്രസിഡന്റ് ഒപ്പിട്ട് തന്നെയാണ് വരുന്നത് എന്ന് നമുക്കറിയാം. അതിൽ പറഞ്ഞിരിക്കുന്ന കാതലായ കാര്യം എന്താണ്? ദേശീയ ഗാനത്തിനും അതുപോലെ തന്നെ പതാകക്കുമുള്ള ഒരു സംരക്ഷണം, ഇതിനെ അവഹേളിക്കാനോ നിങ്ങൾ പാടുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് RSSും സംഘപരിവാരും അവരുടെ പരിവാരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സൗണ്ടിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 1986 ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ദേശീയ ഗാനം പോലും പാടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അനാദരവ് പ്രകടിപ്പിക്കാതെ എഴുന്നേറ്റ് നിന്നാൽ മതി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി ഒരു പച്ച കൂടി പറയട്ടെ, ഞാൻ നിർത്തിയേക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. റെജിന സുനിതാൻ, ഒന്ന് മന്ത്രിയായിരുന്ന മുൻ KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരനും അതേപോലെ തന്നെ ഈ പറയുന്ന VD സതീശനും എടുത്തത് അലംഭാവമായിട്ടുള്ള നിലപാടാണ്. ഇന്ന് മാധ്യമങ്ങൾ എഴുതി ചോദിക്കുമ്പോൾ മെറ്റ കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. IT റൂൾസ് പ്രകാരം ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയതെന്ന്. പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല ചെയ്തതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ഞങ്ങൾ രാഷ്ട്രീയമായ പ്രതിരോധമുയർത്തും, ശക്തമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യാൻ നിൽക്കും എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് VD സതീശൻ സർക്കാർ പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞത് അഗ്രീവ്ഡ് പേഴ്സൺസ് പരാതിയായിട്ട് പോകും, ഞാനിവിടെ പുറകിൽ നിന്ന് കൈയടിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഒന്ന് വാർത്താ സമ്മേളനം കണ്ടാൽ മതി, ഇനി സമയമില്ല. എന്തായാലും ഒറ്റ കാര്യം, നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ RSSന് പറ്റിയ പൊതുബോധം പ്രചരിപ്പിക്കുന്നു. P രാജീവ് സൂചിപ്പിച്ചിരിക്കുന്നു. 1. 2, വസ്തുതകളെ മറയ്ക്കാൻ നുണകൾ പറഞ്ഞ് കൂടുതൽ കുഴിയിലേക്ക് വീഴുകയാണ്. ഇന്ന് സതീശൻ എല്ലാ അർത്ഥത്തിലും ഡിഫൻസിലായ ശരീരഭാഷ കൂടിയാണ് ബോധ്യമാക്കിയത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാനാകുമോ എന്ന രാഷ്ട്രീയ ചോദ്യം ബാക്കിയാക്കി